നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും മോശം പടം എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇത് രണ്ടാമത് കാണാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ആ ഒരു ഇങ്ങനൊരു പടം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും കാണുന്നതിന് മുമ്പ് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നുള്ള കാര്യം 2-3 തവണ ഇങ്ങനെ മനസ്സിൽ പറയുക. എന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടില്ലേ? ആ ഒരു ആശ്വാസം ഈ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ സിനിമയിലൂടെ കിട്ടിയിരിക്കാം. എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലടക്കം എല്ലാ സോഷ്യൽ മീഡിയയിലും GBU ആദിക്കിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന അജിത്ത് നായകനായിട്ടുള്ളൊരു സിനിമയുണ്ട്. അതൊരു ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഫാൻ വർഷിപ്പ് അല്ലെങ്കിൽ ഫാൻ സർവീസ് ഫിലിമാണ്. അജിത് കുമാർ എന്ന് പറയുന്നൊരു വലിയ ഹീറോയാണ്. പുള്ളിയുടെ ഇത്രയും ഇതിനു മുമ്പ് വന്നിട്ടിരിക്കുന്ന സിനിമകളുടെ റെഫറൻസ് പിന്നെ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു ഹോൾ ഫിലിമാണ് ഈ GBU എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പടം കണ്ട് ശീലമുള്ളവർക്ക് അല്ലെങ്കിൽ ആ പടം GBU വർക്കായിട്ടുള്ളവർക്ക് ഈ പടം വർക്കാവുമെന്നാണ് ദിലീപേട്ടൻ ഫാൻസ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏതൊക്കെ സ്ക്രീനുകളിൽ ഈ പറയുന്ന ബ എന്ന് പറയുന്ന ഈ സിനിമ കളിക്കുന്നുണ്ടോ അവിടെ എല്ലാം പോയി ടിക്കറ്റ് എടുത്ത് കയറുന്നതിന് മുമ്പ് ഈ പ്രേക്ഷകരുടെ അടുത്ത് ചോദിക്കണം, നിങ്ങൾക്ക് GBU വർക്കായിട്ടുണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി, അല്ലെങ്കിൽ ഈ പടം വർക്കാവില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനായിട്ടാണ്? കാരണം അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ആ സ്റ്റാർ പുള്ളിയുടെ ആ ഒരു റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചൊരു എൻറ്റയർ ഫിലിം പുള്ളിക്കാരൻ കൊണ്ടുപോയി. പക്ഷേ ബബ്ബയുടെ കേസ് അങ്ങനെയല്ല. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ താരമായ മോഹൻലാലിനെ കൂട്ടുപിടിച്ച് സെക്കൻഡ് ഹാഫിൽ ദിലീപ് ഇല്ല. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. ലാലേട്ടൻ്റെ കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ പിന്നെ എന്തെങ്കിലും മേനയുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് ഒരു മാഷപ്പ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ വർഷം ഇറങ്ങിയ മോശം ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഭയം ഭക്തി ബഹുമാനം എന്നുള്ള ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്ലൈമർ ഓൾറെഡി പറയുന്ന പടത്തിൽ ഈ ലോജിക്കിൻ്റെ ലെൻസ് വെച്ച് അങ്ങനെ പടം കാണുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഈ ഒരു റൂള് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നുള്ളത് പടത്തിൻ്റെ അവസാനം വരെ പാലിക്കണം. ഇപ്പോൾ ദിലീപേട്ടൻ ഫാൻസ് പറയുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന പടം മുഴുവൻ കംപ്ലീറ്റ്ലി ആ രീതിയിലാണ് പോകുന്നത്. ഈ സിനിമയിൽ നായകൻ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള, അതായത് ഇന്നത്തെ കണ്ടംപററി പൊളിറ്റിക്സിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നായകൻ ചെയ്യുന്നത്. വളരെ സില്ലി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ സീക്വൻസൊക്കെ നമുക്ക് സ്ക്രീനിലേക്ക് വരുമ്പോൾ ഓക്കെ, നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറയുന്ന ഡിസ്ക്ലൈമർ നമുക്ക് ഓർമ്മ വരും. നമുക്ക് ഇതൊക്കെ നമുക്ക് ആ സെൻസിൽ തന്നെ കാണാം. പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും പടം മുഴുവൻ എൻറ്റയർലി ഈ രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ നായകൻ കാണിക്കുന്നതിനെല്ലാം ഒരു റീസൺ ഉണ്ട്. ആ റീസൺ കാണിക്കുന്നത് പ്രേക്ഷകരോടുള്ള ഇമോഷണൽ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ്. ഇപ്പോൾ ഇങ്ങനെ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലൗഡായിട്ട് എടുത്തൊരു പടത്തിൽ എങ്ങനെയാണ് ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നത്? പിന്നെ ഇയാൾ പ്രതികാരം ഒരു റിവെഞ്ച് ചെയ്യുന്നതിനുള്ള ആ റീസൺ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എൻറ്റയർലി ഒരു ബ്ലഫ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ, നോ ലോജിക് ഓൺലി മാഡ്നസ് അത് സിനിമ മൊത്തത്തിൽ ആ റൂൾ ആപ്ലിക്കബിൾ ആക്കണം. അതല്ലാതെ കുറച്ച് സീനുകൾക്ക് മാത്രമായിട്ട് ഈ റൂൾ ആപ്ലിക്കബിൾ ആണ്, ബാക്കിയുള്ള എല്ലാം സാധാരണ റിവെഞ്ച് പടമാണിത്. ഈ റിവെഞ്ച് പടത്തിൽ ഇവരൊരു നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു കൂട്ടുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് എഴുതാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ തന്നെ ഇവർക്ക് ഉദിച്ചൊരു കാര്യമാണ് ഓക്കെ, നോ ലോജിക് ഓൺലി മാഡ്നസ്. എന്തായാലും ഇവർ എഴുതി വെച്ചിരിക്കുന്ന പക്ക അപരാധമാണ്. ആ അപരാധമാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതും. അപ്പോൾ ഇവർ ആലോചിച്ചപ്പോൾ കേരളത്തിൽ നിലവിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള 2 കൂട്ടർ, അപ്പോൾ അതിനൊന്ന് വിജയാണ്. ഈ വിജയ് ഫാൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ വിജയ് ഫാൻസിനെ പൊക്കിയടിച്ചിട്ടുള്ള സിനിമകളെല്ലാം വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ സിനിമകളെല്ലാം യഥാർത്ഥത്തിൽ വിജയ് ഫാൻസിനെ ഊക്കി പൊളിക്കുന്ന പടങ്ങളാണ്. അത് വിജയ് ഫാൻസിന് മനസ്സിലാവാത്തതാണോ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നത്? ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ ഒരു നെയിം ബോർഡ് കാണിക്കും, ഏതോ ഒരു കോളനി. ആ കോളനി എന്നുള്ള വെട്ടിയിട്ട് നഗർന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇവർക്ക് എൻറ്റയർലി ഈ വിജയ് ഫാൻസ് എന്ന് പറയുന്ന കോളനിയിൽ വന്നിട്ടുള്ളവരാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് അതുള്ളതുകൊണ്ടാണ് ഈ കോളനി എന്നുള്ളത് കാണിക്കുന്നത്. ഇപ്പോൾ കോളനി എന്നുള്ളത് അവിടെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ആ കോളനി എന്നുള്ളത് വെട്ടി മുകളിൽ നഗർ എന്നാക്കുന്നതിന് എന്നിട്ട് കുറച്ച് ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ പക്കാ ന്യൂസൻസാണ്. അതായത് റോട്ടിൽ കിടന്ന് ഡാൻസ് ചെയ്യുക, അത് ബാക്കിയുള്ള വണ്ടികൾക്കൊന്നും പോകണ്ട, വണ്ടി തടയുക, വണ്ടി സ്ക്രാച്ച് ചെയ്യുക, അങ്ങനെ തല്ലുകൊള്ളിത്തരങ്ങൾ കാണിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കാണ് ദളപതി ഫാൻസോ അങ്ങനെയൊക്കെ പറഞ്ഞ് വിജയ് ഫാൻസ്. അപ്പോൾ ഈ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞ് മലയാള സിനിമയിൽ കാണിക്കുന്ന ആളുകളെല്ലാം ഇതുപോലുള്ള ആൾക്കാരാണ്. വിജയ് ഫാൻസിന് ഇത് മനസ്സിലാവാത്തതാണോ എന്താണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിജയ് ഫാൻസിൻ്റെ റെഫറൻസ്, അപ്പോൾ അർജുനറവില്ല് ആ പാട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുമ്പോൾ വിജയ് ഫാൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ താരമായിട്ടുള്ള മോഹൻലാലാണ്. ബി ഫ്രാങ്ക്, പുള്ളിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് അത്രയും നേരം ഉണ്ടല്ലോ ഭയങ്കര ഒരു ടോർച്ചർ ലെവലിൽ നിൽക്കുമ്പോൾ പുള്ളിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷമായി. പിന്നെ ഇതിനകത്തൊരു ഡാൻസ് വരുന്നുണ്ട്. പുള്ളി അങ്ങനെ എല്ലാ സിനിമയിലൊന്നും ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് നല്ല രസമാണ് പുള്ളി ഡാൻസ് ചെയ്യുന്നത് കാണാം. പിന്നെ ഒന്നാമനിലെ ഡാൻസ് ആ ഒരു ഭയങ്കര ട്രെൻഡായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ റെഫറൻസാണ് കൂടുതൽ. മോഹൻലാൽ ഫാൻസിനെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ലാലേട്ടൻ റെഫറൻസുകൾ ഈ പടത്തിൽ ഒരുപാടുണ്ട്. പുള്ളി മുണ്ട് മടക്കി കുത്തുന്നു, പുള്ളി മീശ വിരിക്കുന്നു, അങ്ങനെയുള്ള എൻറ്റയർലി ഒരു
ലാലേട്ടൻ ഫാൻസിനെ മുതലെടുത്തുകൊണ്ട് ബാക്കിയുള്ള ഒരു സീക്വൻസ് എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല ഈ പടത്തിൽ. രണ്ടാം പകുതിയിലാണ് ലാലേട്ടൻ്റെ സീക്വൻസും കാര്യങ്ങളും വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫൈനൽ ആക്ട് ഒന്നും ഇവർക്ക് എന്താണ് എഴുതേണ്ടതെന്ന് അറിയില്ല. കുറേ സിനിമകളുടെ റെഫറൻസ്, കുറേ മാഷപ്പ്, ഇപ്പോൾ റിയൽ ലൈഫിലുള്ള, അതായത് ശ്രീനിവാസൻ്റെ 2 മക്കൾ, ഈ റിയൽ ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത്, പിന്നെ വേറെ ഒരുപാട് സിനിമകൾ, സലീം കുമാറിൻ്റെ റോൾ, ഇതെല്ലാം കൂടി കൊണ്ടുവന്നൊരു ആവിയൽ വരുവാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പടത്തിൽ റൈറ്റിംഗ് സൈഡിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വട്ട പൂജ്യമാണ്. അതായത് ഈ സിനിമേനെ തിരക്കഥ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവർ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്ന 2 പേര്, അവരെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു അപമാനമാണ്. ഈ ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് ലാലേട്ടനെ കാണിച്ചിരിക്കുന്നത്, പിന്നെ നല്ല ഗോപി സുന്ദറിൻ്റെ ഗംഭീരമായിട്ടുള്ള BGM ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് ലാലേട്ടൻ ഫാൻസ് സെക്കൻഡ് ഹാഫ് ലാലേട്ടന് വേണ്ടി എന്നൊക്കെയുള്ള രീതിയിൽ പോകും. ആക്ച്വലി ഇതിനകത്ത് കംബാക്ക് എന്നെല്ലാം പറയുന്നത് ദിലീപിനെയാണ്. ദിലീപിന് ഒറ്റയ്ക്ക് ഈ പടം താങ്ങാൻ പറ്റില്ല എന്നുള്ളവർക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് വിജയ്, അതുകൊണ്ട് ലാലേട്ടൻ ഇതിൽ ദിലീപിൻ്റെ ഫിൽമോഗ്രാഫിയോട് എന്തെങ്കിലുമൊക്കെ നീതി പുലർത്തി ചെയ്തിരിക്കുന്ന ഒരേ ഒരു കാര്യം, ഒന്ന് മിസ്റ്റർ ബട്ട്ലറിൻ്റെ പാട്ടിലെ ഒരു റീമിക്സ് വേർഷൻ പോലെ വരികയാണ്. പിന്നീട് അത് വീണ്ടും കലാഭമണിയുടെ പാട്ടാവുന്നു, പിന്നീട് അത് മോഹൻലാലിൻ്റെ പാട്ടാവുന്നു. ഇത്രയും കാലം അഭിനയിച്ചിട്ട് ഗുഡ് ബാഡ് അഗ്ലി പോലെ ഒരു പടം എൻറ്റയർലി ദിലീപിനെ വെച്ച് ഫോക്കസ് ചെയ്യാനുള്ളത് ഇല്ലേ എന്നാണ് സ്വാഭാവികമായിട്ടും ചോദിക്കാൻ വരുന്നത്. പിന്നെ ഇതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ തന്നെയുള്ള ഫിൽമി ഷെക്ക്, നല്ല ഗംഭീരമായിട്ട് റോസ്റ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഫിൽമി ഷെക്കിൽ വരുന്ന കുറേ ടേംസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ട്രെൻഡായിട്ടുള്ള ടേംസ് ഉണ്ട്. ഇപ്പോൾ ദേവിനെയാണെങ്കിൽ ദേവ്ജി, റിയാസ് ഖാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഇവർ നോട്ട് ചെയ്ത് അതെല്ലാം ഇങ്ങ് വാരി വെതറി വെച്ചിരിക്കുന്നതല്ലാതെ ക്രിയേറ്റീവായിട്ട് യാതൊരു സംഗതിയും ഇതിൻ്റെ സ്ക്രിപ്റ്റിലില്ല. ദിലീപ്, ലാലേട്ടൻ, വിജയ്, ഇവരുടെയൊക്കെ സിനിമയുടെ ബാക്കിയുള്ള പാട്ടുകൾ, പിന്നെ റെഫറൻസുകൾ, ഇതെല്ലാം വെച്ചിട്ട് ഒരു 2.5 മണിക്കൂർ മാഷപ്പ്. ആ മാഷപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ്, അതാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന ആർമോയുടെ ക്യാമറ എന്ന് പറയുന്നത് ഭയങ്കര കളർഫുള്ളായിട്ട് ഈ സിനിമയുടെ മൂഡിനോട് എങ്ങനെയൊക്കെ പോകുന്നു അതുപോലെ തന്നെയാണ്. ഇതിൽ ലാലേട്ടൻ്റെ ക്ലൈമാക്സ് പോർഷനിലൊരു ഫൈറ്റ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു 10 സെക്കൻഡ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, അത് ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ ബാലു വർഗീസിനകത്തൊരു ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാല കിങ്സൺ പിന്നെ സുപ്രീം സുന്ദർ, ഇവർ രണ്ടുപേരാണ് ഈ സിനിമയുടെ ഫൈറ്റ് കോറിയോഗ്രാഫി. ഇവരുടെ ഫൈറ്റൊക്കെ വലിയ ഗുണമൊന്നുമില്ല. ലാലേട്ടനുണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഫൈറ്റ് ഉണ്ട്, ലാലേട്ടന് ഫൈറ്റും ഉണ്ട് ഈ പടത്തിൽ, ഡാൻസ് മാത്രമല്ല. എന്നാലും ഒരു മേനയുള്ള ഫൈറ്റൊന്നും അല്ല പടത്തില്ല. പക്ഷേ ഇതിനകത്ത് ബാലു വർഗീസിന് ഒരു ആക്ഷൻ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വന്നിരിക്കുന്ന എഡിറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും ഇവരുടെ സ്റ്റണ്ട് കോറിയോഗ്രാഫി ആണെങ്കിലും കാണാനൊരു ആനച്ചന്തം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദിലീപിൻ്റെ പടം എന്ന് പറയുന്നു, വിജയ റെഫറൻസ് ഉണ്ട്, ലാലേട്ടൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അവസാനം ബാലു വർഗീസിൻ്റെ ഒരു സീനാണ് ഇതിനകത്ത് മേനയുള്ളത്. ഷാൻ റഹ്മാൻ്റെ പാട്ടുകൾ, അതിനകത്ത് മെയിനായിട്ടുള്ള ഈ അഴിഞ്ഞാട്ടം എന്നുള്ളൊരു പാട്ട്, അതൊന്നും അത്ര സുഖമൊന്നുമില്ല. ഗോപി സുന്ദറാണ് BGM അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലേക്ക് വന്നിരുന്നത്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോഴേക്കും നമുക്കത് നോയിസ് പൊല്യൂഷനാണ്. ഇന്നത്തെ DCP വന്നിരിക്കുന്നത് 5.1 ആണ്, അറ്റ്മോസ് ഒന്നുമില്ല. അറ്റ്മോസ് ആണെന്നുണ്ടെങ്കിൽ തലയുടെ മുകളിലൂടെ പോയാനെ, ഇതാകുമ്പോൾ എല്ലാം നമ്മുടെ നെഞ്ചത്ത് തന്നെയാണ് 5.1. ഈ പടം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ ചെവി വേദന എടുക്കുന്നുണ്ടായിരുന്നു. മേക്കപ്പ് റോണി സേവിയർ ദിലീപിന് കൊടുത്തിരിക്കുന്ന വിഗ്, ലാലേട്ടിന് കൊടുത്തിരിക്കുന്ന വിഗ്, ഈ സിനിമ എഴുതിയ നൂറിൻ ഷെരീഫിന് കൊടുത്തിരിക്കുന്ന വിഗ്, ഇതൊക്കെ സ്റ്റേറ്റ് അവാർഡിന് പരിഗണിക്കേണ്ട ഐറ്റംസ് ആണ്. പിന്നെ ഈ പടത്തിൽ ടെക്നിക്കലി എന്തെങ്കിലും കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാൻഡി മാസ്റ്ററാണ് ഇതിനകത്ത് ഡാൻസ്. സാൻഡി മാസ്റ്റർ തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അത് രസമാണ്, ലാലേട്ടനും ദിലീപൊക്കെ ഡാൻസ് ചെയ്യുന്നത് കാണാൻ. അതാണ് ഈ മൊത്തം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പുള്ളി സ്ക്രീനിൽ ഡാൻസ് ചെയ്യുന്നത് കാണാൻ നല്ല സുഖമായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് എടുത്ത് പറയത്തൊക്കെ. ക്ലൈമാക്സ് പോർഷനിലും പുള്ളി വരുന്നുണ്ട് ലാലേട്ടൻ, ചുമ്മാ കോമാളിയാക്കി കളഞ്ഞു, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. ആൻഡ് ഈ സിനിമയുടെ എൻഗേജിങ് ഫാക്ടർ എന്ന് പറയുന്നത്, ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കുട്ടികൾ, ഈ കുട്ടികളെയാണ് തളപതി ഫാൻ ബോയ്സ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. ഈ കുട്ടികളുടെ അജാതി വെറുപ്പിക്കൽ കാണുമ്പോൾ തന്നെ നമുക്കിത് ഏത് ടൈപ്പ് പടമാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. പിന്നീട് അങ്ങോട്ട് നമുക്ക് ആ ഒരു നോ ലോജിക് ഓൺലി ബാഡ്നെസ് എന്നുള്ള രീതിയിൽ കണ്ടിരുന്നാൽ പോലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല, ഓവർ ദ ടോപ്പാണ് എല്ലാം കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഹാഫ് വരും. അതിനു മുമ്പ് ഇൻട്രോവൽ പോയിൻ്റ് ഉണ്ട്, ദിലീപിൻ്റെ ഒരു ഭയങ്കര ട്വിസ്റ്റ് എന്നൊക്കെയാണ് പറയണത്, എന്തു ട്വിസ്റ്റാണോ എന്തോ. അപ്പോൾ അതൊന്നും അത്ര വർക്കാവുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോഴേക്കും ഗ്രാഫ്, അതായത് ഫസ്റ്റ് ഹാഫ് എത്ര എജ്ജാതി അപരാധമാണോ അതിനേക്കാളും മഹാ അപരാധമാണ് സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ്റെ കുറച്ച് സീക്വൻസുകൾ വരുന്നുണ്ട്. അതൊക്കെ കുറച്ചെങ്കിലും ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കുക, ലാലേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ കാണിക്കുന്ന ഹീറോയിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മലയാളികൾ എൻജോയ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പെട്ടെന്നൊരു റാൻഡം ക്യാരക്ടർ, നമുക്ക് യാതൊരു ഇമോഷണൽ കണക്ഷനകത്ത് എവിടെ നിന്നോ വരുന്ന, അതിനകത്ത് ഗില്ലി ബാല അങ്ങനെ എന്താണ്ടൊക്കെയാണ് പേര്, ആ ഒരു ക്യാരക്ടർ വരുന്നു. അതിനകത്ത് പാറ്റൻ ടാങ്കോ മെഷീൻ ഗണ്ണോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് കുറേ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതല്ലാതെ ഈ ക്ലൈമാക്സ് പോർഷനിലൊക്കെ ലാലേട്ടൻ കാണിച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് അവാർഡ് വിന്നിങ് ക്ലൈമാക്സ് ആണ്. ഈ പടത്തിന് കുറച്ച് പൊളിറ്റിക്കൽ ആംഗിളൊക്കെ ഉണ്ട്. നിങ്ങൾ ശരിക്ക് എന്ന് പറയുന്ന ഈ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടുത്ത അരാഷ്ട്രീയത പറയുന്ന ഒരു പടമാണ്. പിന്നെ ഈ സിനിമ ലെഫ്റ്റ് വിങ്ങിനെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ CPM മന്ത്രിസഭ, ഈ മന്ത്രിസഭയെ നല്ല രീതിയിൽ വിമർശിക്കുന്നതും പിന്നെ
പ്രതിപക്ഷത്തിന് ഇനി ഞങ്ങൾക്ക് തിരിച്ചു വരവിനുള്ളൊരു സമയമായി എന്നൊക്കെ ഉള്ളൊരു ഡയലോഗ്സ് കൊടുത്തിരിക്കുന്ന ആ ഒരു രീതിയിലുള്ളൊരു പടമാണ്. പക്ഷേ ഇതെല്ലാം വന്നിരിക്കുന്ന ഈ പടത്തിലാണ്. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഹു കെയേഴ്സ്. ഇനി ഈ സിനിമയിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദിലീപേട്ട ഇതൊരു വട്ടൻ ക്യാരക്ടറാണ്, എല്ലാം ഓവർ ദ ടോപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് അത് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ലാലേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോ തോക്ക് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി അഭിനയിച്ച പോലെയാണ്. കാരണം പുള്ളിക്ക് അഭിനയിക്കാൻ ഈ ക്യാരക്ടർ, ഈ ഗില്ലി ബാല എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളി ഉൾക്കൊണ്ട് അഭിനയിച്ചതല്ല എന്നുള്ളത് പുള്ളിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെയുണ്ട്. കാരണം ഇതിനകത്ത് ഡാൻസ് ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓക്കെ ലാലേട്ടൻ വന്ന് ഡാൻസ് കളിക്കുന്നു എന്നൊക്കെയാണെങ്കിൽ പോലും ഇത് പുള്ളി താല്പര്യമില്ലാണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഉള്ളത് വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസൻ ഈ പടത്തിൻ്റെ മീറ്റർ തന്നെ അങ്ങനെയാണ്, എല്ലാവരും കുറച്ച് ഓവറാണ്. പക്ഷേ ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത്, ക്യാരക്ടറിൻ്റെ ആർക്ക്, ഇത് ആരോടെ പറയാം. ഒരു പ്രോപ്പറായിട്ട് ഈ പടത്തിന് ആരെങ്കിലുമൊക്കെ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അത് പുള്ളി വന്നിട്ട് ആ ഒരു കുറുക്കൻ എന്നുള്ള സിനിമയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ആ ടൈപ്പ് ഓവർ ആക്ടിങ് കാര്യങ്ങളാണ്. പിന്നെ ധ്യാൻ വരുന്നുണ്ട്. ധ്യാൻ്റെയും അതായത് ശ്രീനിവാസൻ്റെ 2 മക്കളുടെ ആ ഒരു റിയൽ ലൈഫിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ല, ഈ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ടുള്ള ഹിറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ച് അതിന് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതല്ലാതെ പ്രോപ്പർ സ്ക്രിപ്റ്റ് ഈ പടത്തിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ധ്യാൻ വരുന്നു, ഒബീസിറ്റീനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഡയലോഗ് പറയുന്നു, കൈയടി തണിക്കുന്നു, ദേവ്ജി വരുന്നുണ്ട്, റിയാസ് ഖാൻ വരുന്നുണ്ട്, ശരണ്യ പൊൻവണ്ണം വരുന്നുണ്ട്. ഈ ക്യാരക്ടറൊക്കെ എന്തോ അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ്. പിന്നെ ഒരു സർട്ടിഫിക്കേഷൻ, ഇപ്പോഴത്തിൻ്റെ സർട്ടിഫിക്കേഷൻ UA13+ ആണ്. കുട്ടികളുമായിട്ട് തിയേറ്ററിൽ പോകാനായിട്ടുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കുട്ടികളുമായി സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഗോപിയേട്ടൻ DB ഒക്കെ കൂട്ടി വെച്ചിരിക്കുന്ന സൗണ്ട് മിക്സ് ചെയ്യണം. കാരണം ഇതൊരു മാഡ്നസ് ആണല്ലോ. മാഡ്നസ് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൗണ്ടൊക്കെ കൂട്ടി വെച്ച് ചെവി അടിപ്പിച്ച് പോകണം. കുട്ടികളെയും കൊണ്ട് ENT ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കുട്ടികളെ വെറുതെ വിടുക, അവർ സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്, ദിലീപേട്ടൻ സിനിമകൾ കാണില്ല, അല്ലെങ്കിൽ ദിലീപ് സിനിമകൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ആ ആളുകളോട് ഇപ്പോൾ അസൂയ തോന്നുന്നു. പിന്നെ ഈ സിനിമയിൽ ഇടയ്ക്കിടെ കംബാക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ കാര്യം ഓർക്കുമ്പോൾ ഈ വർഷം കണ്ട ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഹൊറർ സിനിമയാണ് ബ ബ ബ